ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമുദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും അരുന്ധതി ഋഷിയോട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളതെന്നും ഞാൻ ഇപ്പം തന്നെ ഹരിസാറിനെ വിളിക്കാം, എല്ലാം തുറന്നു പറയാമെന്ന് പറയുമ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു, പക്ഷെ നാളെ മുതൽ അമ്മ എന്നെ കാണില്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നെല്ലാം വീണ്ടും ഭീഷണി മുഴകുന്നുണ്ട് കേട്ടോ ഋഷി. ചന്ദ്രോത്തുകാർ നമ്മുടെ മുന്നിലേക്ക് ഒരാളെ പറഞ്ഞയച്ച് പ്രകടനം നടത്തിയില്ലേ, അതേ നാണയത്തിൽ നമുക്കും തിരിച്ചടി കൊടുക്കണം. അതിനമ്മ ചന്ദ്രോത്തേക്ക് പോയിട്ട് ഒരു പ്രകടനം കാഴ്ചവെക്കണം എന്നെല്ലാം പറയുമ്പോൾ ചന്ദ്രോത്തുകാർ പാവങ്ങളാണ്, അവരെ ഇനിയും ഇങ്ങനെ ചതിക്കരുത്, നമുക്കെല്ലാം തുറന്നു പറയാമെന്നെല്ലാം അരുന്ധതി വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഋഷി അതിനൊന്നും വഴങ്ങുന്നില്ല. ഒടുവിൽ ഋഷിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയത്തിൽ ഋഷി പറയുന്നത് അനുസരിക്കാൻ തന്നെ അരുന്ധതി തീരുമാനിക്കുന്നു. പിന്നീട് ചന്ദ്രൂത്തും അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിലും നടക്കുന്ന കാര്യങ്ങൾ നീ അറിയണം കെവിനെ എന്ന് ഇസബെല്ല പറയുമ്പോൾ തന്നെ, വെല്ല പേടിക്കണ്ട, അതിനൊക്കെ വഴിയുണ്ടെന്ന് കെവിൻ പറയുമ്പോൾ അതെങ്ങനെയെന്നൊരു ഡൗട്ട് ഇസബെല്ലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പറ കെവിനെ, നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, കൂടെ നിന്ന് ചതിക്കാനാണോ നിൻ്റെ പ്ലാൻ എന്നെല്ലാം ഇസബെല്ല ചോദിക്കുമ്പോൾ, അങ്ങനെ ഞാൻ ചെയ്യൂ ബെല്ല, പിടിക്കപ്പെട്ടാൽ നിന്നേക്കാൾ കൂടുതൽ കുഴപ്പം വരാൻ പോകുന്നത് എനിക്ക് തന്നെയാണ്. ചന്ദ്രത്തെ കാര്യങ്ങൾ അവരുടെ നീക്കങ്ങളൊക്കെ സമയാസമയങ്ങളിൽ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കെവിൻ. അങ്ങനെ ഋഷി പറഞ്ഞതനുസരിച്ച് അരുന്ധതി ചന്ദ്രോത്ത് എത്തുന്നു. അപ്രതീക്ഷിതമായിട്ട് അരുന്ധതിയെ കാണുമ്പോൾ തന്നെ ഞെട്ടുന്നുണ്ട് കേട്ടോ പ്രഭാവതി. അരുന്ധതിയുടെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് പ്രഭാവതി മനസ്സിലാക്കുന്നു. അരുന്ധതിയോ കയറിവാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതി അരുന്ധതിയെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോഴെങ്കിലും അരുന്ധതിക്ക് വരാൻ തോന്നിയല്ലോ, എനിക്ക് സന്തോഷമായി എന്നെല്ലാം പ്രഭാവതി പറയുമ്പോൾ, നിന്നെ സന്തോഷിപ്പിക്കാനല്ല, എൻ്റെ ഋഷിയെക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അരുന്ധതി പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ പ്രഭാവതി. ഇതേ സമയം ദേവികയും അവിടേക്ക് വരുന്നുണ്ട്. മാഡം ഇങ്ങനെ ദേഷ്യപ്പെടാതെ നമുക്ക് കാര്യങ്ങൾ സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം എന്നെല്ലാം ദേവിക പറയുമ്പോൾ, ഋഷിയെ കാണാതായതിന് പുറകിൽ ഈ വീട്ടിൽ ഒന്നിലധികമോ പേരുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞു വിട്ട ഒരാൾ വന്ന് എൻ്റെ വീട്ടിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചത്. ഋഷി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം, അത് മറച്ചുവെച്ച് അന്വേഷണം വഴിതിരിച്ചു വിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചന്ദ്രോത്തുകാരുടെ നേരെ കുറ്റം ആരോപിക്കുന്നുണ്ട് കേട്ടോ അരുന്ധതി. അപ്പോൾ ഇത് കേട്ട് പ്രഭാവതിയും അരുന്ധതിയൊക്കെ ശരിക്കും പകച്ചു പോകുന്നുണ്ട്. തുടർന്ന് അവനെവിടെ നന്ദൻ, ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് നന്ദനറിയാം, നന്ദനെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ശ്രമം, എവിടെയാണ് നിങ്ങൾ അവനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നെല്ലാം അരുന്ധതി ചോദിക്കുമ്പോൾ, ഞങ്ങൾ അവനെ എവിടെയും ഒളിപ്പിച്ചിട്ടില്ല, അവൻ മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രഭാവതി. അങ്ങനെ അരുന്ധതി നന്ദനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നു. അരുന്ധതി മേഡത്തിനെ കാണുമ്പോൾ തന്നെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട് നന്ദൻ. എന്നിട്ട്, എൻ്റെ ഋഷിയെ നീ എന്താ ചെയ്തത്, അവനെ കൊന്നു കളഞ്ഞോ, ഞാൻ ഒന്നും അറിയില്ല എന്നാണോ നീ കരുതിയത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നന്ദൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അരുന്ധതി. അല്ലെങ്കിൽ തന്നെ തൻ്റെ കയ്യിൽ ഋഷി മരിച്ചതിൽ ആകെ തകർന്ന ഒരു അവസ്ഥയിലാണ് നന്ദൻ. അതിൻ്റെ കൂടെ അരുന്ധതിയുടെ കുറ്റപ്പെടുത്തൽ താങ്ങാനായിട്ട് നന്ദന് കഴിയുന്നില്ല. അങ്ങനെ ഒടുവിൽ നന്ദൻ എല്ലാ സത്യങ്ങളും അരുന്ധതിയോട് തുറന്നു പറയുന്നു. തൻ്റെ കൈകൊണ്ട് ഋഷി കൊല്ലപ്പെട്ട കാര്യവും അങ്ങനെ നടന്നതെല്ലാം ഒന്നൊന്നായിട്ട് നന്ദൻ അരുന്ധതിയുടെ മുന്നിൽ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെയാണ് ഒരു ഗംഭീര ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നന്ദനെ പോലെ ഒരാളെയാണല്ലോ എൻ്റെ മകൻ ചതിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ഇനി ഒരിക്കലും എനിക്കിത് സഹിച്ച് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് കഴിയില്ല. നാളെ എന്തെങ്കിലും ഇതിൻ്റെ ഒരു തിരിച്ചടി എനിക്കും എൻ്റെ മകനും തന്നെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ഇനിയെങ്കിലും എല്ലാ സത്യങ്ങളും ഇവരറിയണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ അരുന്ധതി. അങ്ങനെ എല്ലാ സത്യങ്ങളും നന്ദനോടും ദേവികയോടും പ്രഭാവതിയോടൊക്കെ തുറന്നു പറയാൻ തന്നെ അരുന്ധതി തീരുമാനിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്